വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റത്തിലെ വിവാദം കനക്കുകയാണ്. മുൻ LDF സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയായിരുന്നു വിഷയത്തിൽ മുഖ്യമന്ത്രി VD സതീശന്റെ ഇന്നത്തെ മറുപടി. ഓഹരി കൈമാറ്റത്തെക്കുറിച്ച് ദേശാഭിമാനിയിൽ വന്ന വാർത്ത ചൂണ്ടിക്കാട്ടിയായിരുന്നു സതീശന്റെ പ്രതിരോധം. വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന് എന്താണ് താല്പര്യമെന്നും എന്നെക്കൊണ്ട് അതൊന്നും ചോദിപ്പിക്കരുത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് മാത്രമല്ല താല്പര്യം, ഓരോ മലയാളിക്കുമുണ്ട് എന്നായിരുന്നു KK രാഗേഷിന്റെ മറുപടി. VD സതീശന്റെ വാക്കുകളും ശരീരഭാഷയുമെല്ലാം മുഖ്യമന്ത്രിക്ക് ചേർന്ന രീതിയിലല്ലെന്നും KK രാഗേഷ് വിമർശിച്ചു. വിഴിഞ്ഞം ഓഹരി കൈമാറ്റ വാർത്തയിൽ ദേശാഭിമാനിയെ തള്ളിയായിരുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. വിഴിഞ്ഞം ഓഹരി കൈമാറ്റത്തിൽ വ്യക്തത വേണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി VD സതീശന് കത്തയച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ മുൻ MDയെ തിടുക്കപ്പെട്ട് മാറ്റിയതിൽ ദുരൂഹതയുണ്ടോ? ഓഹരി വിൽപ്പന സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ മുഖ്യമന്ത്രിക്ക് ബാധ്യതയില്ലേ? കാണാം RDX റാപ്പ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട വിവാദം ദേശാഭിമാനിയെ പഴിചാരി പ്രതിരോധിക്കാനായിരുന്നു മുഖ്യമന്ത്രി VD സതീശന്റെ ശ്രമം. ഓഹരി കൈമാറ്റ ചർച്ചകളുടെ വിശദാംശങ്ങൾ ജൂൺ 5-ന് ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച വാർത്ത ഉയർത്തിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതിരോധം. 49% ഓഹരിയാണ് MSC ലക്ഷ്യമിടുന്നതെന്നും കമ്പനിയുടെ ടെർമിനൽ വരാൻ പോകുകയാണെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു വാർത്ത. സർക്കാർ പോലും അറിയാതിരുന്ന കാര്യം എങ്ങനെ ദേശാഭിമാനി അറിഞ്ഞെന്ന ചോദ്യമാണ് മുഖ്യമന്ത്രി ഉയർത്തുന്നത്. MSCയുമായി ഇതുവരെ ഓഹരി കൈമാറ്റം നടന്നിട്ടില്ലെന്നും കരാർ ലംഘനം ഉണ്ടായിട്ടില്ലെന്നും VD സതീശൻ പറഞ്ഞു. എന്നാൽ VD സതീശന്റെ ആരോപണങ്ങളെയെല്ലാം തള്ളി പ്രതിപക്ഷം രംഗത്തെത്തി. വാർത്ത ആദ്യം വന്നത് ഇക്കണോമിക്സ് ടൈംസ്, മാതൃഭൂമി എന്നീ പത്രങ്ങളിലാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. പാർട്ടി പത്രത്തിൽ ആ വാർത്ത വരാൻ പാടില്ലായിരുന്നു. സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയെ സ്വകാര്യ കമ്പനിക്ക് അടിയറവ് വെക്കുന്നതിനെയാണ് ഇടതുപക്ഷം എതിർക്കുന്നത്. മോദിക്കും അദാനിക്കും വേണ്ടി നാടുഭരിക്കുന്ന നേതാവായി സതീശൻ മാറിയെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. RDX റാപ്പ് ന്യൂസ് മലയാളം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഓഹരി വിൽക്കുന്ന വിവരം അറിയാവുന്ന ഏക പത്രം ദേശാഭിമാനിയാണെന്നായിരുന്നു മുഖ്യമന്ത്രി VD സതീശന്റെ ആരോപണം. ദേശാഭിമാനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്നായിരുന്നു മുൻ വാർത്ത ചൂണ്ടിക്കാണിച്ച് മുഖ്യമന്ത്രി VD സതീശൻ ചോദിച്ചത്. ഇത് കാണാം. ജൂൺ 5 2026 ദേശാഭിമാനി പത്രം വിഴിഞ്ഞത്ത് വരും MSC ടെർമിനൽ, ഓഹരി വാങ്ങാനുള്ള ചർച്ച വേഗത്തിലാക്കി. ജൂൺ 5 ഞങ്ങളുടെ MD അവിടെ ചാർജ് എടുക്കുന്നത് ജൂൺ 11 അതിനു മുമ്പ് അറിയാമായിരുന്ന ഏക പത്രം ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയുടെ സോഴ്സ് എന്താണ്? കഴിഞ്ഞ ഗവൺമെൻറ്റിന് അറിയാമായിരുന്നു MSC ആയിട്ടുള്ള, എന്നിട്ടത് ഞങ്ങളുടെ തലയിൽ കൊണ്ട് വയ്ക്കാൻ നോക്കുക. അവരെ മാത്രമല്ലല്ലോ മാറ്റിയത്, വേറെ ഒരുപാട് ആളുകളെ മാറ്റിയല്ലോ. അവരെ മാത്രം മാറ്റി എന്താ പ്രശ്നം? അവരെല്ലാം ഒരുപാട് നാളുകളായി അവിടെ ഇരിക്കുന്ന പലരെയും മാറ്റി, പല സ്ഥലത്തു നിന്ന് അവരെ അടക്കം മാറ്റി. എന്താ കുഴപ്പം? പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിക്ക് എന്താ ഇൻട്രസ്റ്റ് വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ? എന്നെ കൊണ്ട് ചോദിപ്പിക്കല്ലേ കേട്ടോ. നിലവിലെ സർക്കാർ ഓഹരി കൈമാറ്റം അറിഞ്ഞില്ല എന്ന വാദം വിശ്വാസയോഗ്യമല്ലെന്നും മുഖ്യമന്ത്രിയുടെ മംഗലാപുരം യാത്രയും ചർച്ചയും തീരുമാനങ്ങളും ഈ നീക്കത്തിന്റെ ഭാഗമാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്നുവെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ ആരോപിച്ചു. പാടില്ല, അതിനെന്താ സംശയമുള്ളത്? ഞങ്ങൾ അന്നും അംഗീകരിച്ചില്ല, ഇന്നും അംഗീകരിച്ചില്ല. അതിൻ്റെ സൂക്ഷ്മാംശം പൂർണ്ണമായിട്ട് മനസ്സിലാക്കാതെ പത്രത്തിൽ ഈ രീതിയിലുള്ള വാർത്ത വരുമ്പോൾ ഭാവിയിൽ വരാനിടയുള്ള കാര്യം ഗൗരവപൂർവ്വം ദേശാഭിമാനി കാണണമായിരുന്നു എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ ഇനി കാര്യം. സംസ്ഥാനത്തിൻ്റെ അവകാശങ്ങൾ ഒരു സ്വകാര്യ കമ്പനിക്ക് അടിയറ വെക്കുന്ന നിലപാടിനെയാണ് ഞങ്ങളെല്ലാം എതിർത്തത്. മുഖ്യമന്ത്രിയാവുന്നതിന് മുമ്പ് VD സതീശൻ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരത്തേക്ക് നടത്തിയിട്ടുള്ള യാത്ര, അവിടെ വെച്ച് നടത്തിയിട്ടുള്ള ചർച്ചകളും തീരുമാനങ്ങളുമെല്ലാം സ്വാഭാവികമായും ഇത്തരത്തിലുള്ള നീക്കത്തിൻ്റെ ഭാഗം തന്നെയാണ് എന്ന് ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ്. അതേസമയം മുഖ്യമന്ത്രി കല്ലുവെച്ച നുണ സത്യമെന്ന രീതിയിൽ പറയുന്നുവെന്നായിരുന്നു മുൻമന്ത്രി P രാജീവിന്റെ പ്രതികരണം. പാർട്ടി മുഖപത്രത്തിലല്ല ആദ്യം വാർത്ത വന്നതെന്നും ജൂൺ 3-ന് മാതൃഭൂമിയിലും അതിനു മുമ്പ് ജൂൺ 1 എക്കണോമിക് ടൈംസിലും ഇതേ വാർത്ത വന്നിരുന്നുവെന്ന് രാജീവ് പറഞ്ഞു. ജൂൺ 3 വന്ന മാതൃഭൂമി പത്രമാണ്. അപ്പോൾ ഈ മാതൃഭൂമി പത്രത്തിൽ അദാനി കമ്പനിയിൽ MSCക്ക് ഓഹരി പങ്കാളിത്തം പരിഗണനയിൽ ഈ വാർത്ത ജൂൺ 3-ന് മാതൃഭൂമി പത്രത്തിൽ വന്നിട്ടുണ്ട്. ET എക്കണോമിക് ടൈംസിൻ്റെ ഇൻഫ്രയിൽ ജൂൺ 1 തന്നെ ഈ വാർത്ത വളരെ വിശദമായി വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഏതൊരാൾക്കും ഇൻ്റർനെറ്റ് തപ്പിയാൽ 5 മിനിറ്റ് കൊണ്ട് വരെ കിട്ടാവുന്നൊരു കാര്യം മുഖ്യമന്ത്രി കസേര എന്ന ഭരണഘടനാ പദവിക്കകത്തിരുന്ന് ആധികാരികമെന്ന മട്ടിൽ ഇതുപോലെ വെല്ലുവിളിച്ച് ഒരു മുഖ്യമന്ത്രി പറയാമോ?
പക്ഷേ ഇതിപ്പോൾ നമ്മൾ വിഴിഞ്ഞം അന്നത്തെ ദിവസം ചർച്ച ചെയ്തതാണ്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ രാവിലെ വളരെ വിശദമായിട്ട് ഇക്കാര്യം പറയുകയും ചെയ്തു. ഇതിനെതിരെയുള്ള മറുപടിയൊക്കെ വന്നു. ഇതിനകത്ത് എന്താ തോന്നുന്നത്, എന്താ നമ്മളെങ്ങനെ കാണണം? അതായത് സനീഷ്, നമ്മളിപ്പോൾ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നമ്മൾ കർശനമായി പാലിക്കാൻ തീരുമാനിച്ച ഒരു കാര്യമുണ്ട്. എന്താണ്? ആദ്യത്തെ ഒരു 3 മാസം നമ്മൾ അനാവശ്യമായ ഒരു വിമർശനം സർക്കാരിന് നേരെ ഉയർത്തരുത്. കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് വിമർശിക്കേണ്ട വിഷയങ്ങൾ വരുമ്പോൾ വിമർശിക്കണം, കർശനമായി തന്നെ വിമർശിക്കണം, പ്രതിപക്ഷ സ്വഭാവത്തോടെ തന്നെ വിമർശിക്കണം എന്നായിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ എടുത്തതിനേക്കാൾ കർശനമായി ഈ തീരുമാനം തിരുവനന്തപുരത്തെ വലിയൊരു വിഭാഗം മാധ്യമപ്രവർത്തകരും എടുത്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനെ പക്ഷേ അതൊരു വലിയ ആനുകൂല്യമായി കണക്കാക്കിക്കൊണ്ട് അർത്ഥസത്യങ്ങളും അസത്യങ്ങളും വല്ലാതെ അത് വാദമായി ഉന്നയിച്ച് ഈ വരുന്ന ആരോപണങ്ങളെ, അതായത് തീർച്ചയായും ആരോപണങ്ങളായി നിലനിൽക്കാനുള്ള ശേഷിയുള്ള ആരോപണങ്ങൾ തന്നെയാണ്, അത്തരം ആരോപണങ്ങളെ നിസ്സാരമായി തള്ളിക്കളഞ്ഞ് മുമ്പോട്ട് പോകുന്നത് ശരിയല്ല. അത് നമ്മളിപ്പോൾ ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ. ഇപ്പോഴും നമ്മൾ അങ്ങനെ ആക്രമിക്കാൻ തീരുമാനിച്ചിട്ടൊന്നുമില്ല, അങ്ങനെ ആ നിലയ്ക്ക് വിമർശിക്കാനും ആലോചിക്കുന്നില്ല. പക്ഷേ തൊടുന്യായങ്ങൾ പറഞ്ഞ് രക്ഷപ്പെട്ടു പോകുമ്പോൾ ഒരു വലിയ അബദ്ധം ഇന്ന് വി ഡി സതീശന് സംഭവിച്ചു. അത് വേറൊന്നുമല്ല, ദേശാഭിമാനി വളരെ പെട്ടെന്ന് ഈ വിഷയത്തെ, ദേശാഭിമാനിയിൽ വന്ന വാർത്ത എങ്ങനെയാണ് ഈ വിഷയം, അതായത് എങ്ങനെയാണ് ഈ കാര്യം ദേശാഭിമാനി മാത്രം അറിയുക, വിഴിഞ്ഞത്തിൻ്റെ കാര്യം, അത് കഴിഞ്ഞ സർക്കാരിൻ്റെ രഹസ്യങ്ങൾ ദേശാഭിമാനിക്കറിയാം, ആ വഴി ഈ വിവരം ചോർന്നിരിക്കുകയാണ് എന്നുള്ളതൊരു വലിയ സീരിയസ് ആരോപണമായി ഉന്നയിക്കാനാണ് വി ഡി സതീശൻ ഇന്ന് ശ്രമിച്ചത്. അങ്ങനെ ഈ വിഷയത്തിൽ വി ഡി സതീശനെതിരെ ഉയരുന്ന ആരോപണങ്ങളെ തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോകാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഞാൻ കരുതുന്നില്ല ഇപ്പോൾ വിഴിഞ്ഞം കരാറുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ എന്താണ് മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക്, വിഴിഞ്ഞം കരാറല്ല, ഈ ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് വി ഡി സതീശൻ സ്വീകരിച്ചിരിക്കുന്ന നിലപാടെന്താണ്, അതിനകത്ത് സർക്കാരിൻ്റെ വലിയ വിയോജിപ്പ് വി ഡി സതീശൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അത് അറിയിച്ചിട്ടുണ്ട്. ആ കമ്പനിയുടെ ഇത് എന്താണ് അതിനുള്ള നീക്കം, അതിനുള്ള അപേക്ഷ വന്നതിന് ശേഷം സർക്കാർ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കും, അതിനെക്കുറിച്ച് പഠിച്ച് തീരുമാനമെടുക്കൂ എന്നൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ വി ഡി സതീശൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ അത് തന്നെയാണ് വിശ്വസിക്കുന്നത്. ആ കാര്യത്തിൽ അതിനു മുമ്പ് വി ഡി സതീശൻ ആസൂത്രിതമായി ഇതെല്ലാം നേരത്തെ അറിഞ്ഞിട്ട് ചെയ്യുന്നതാണ്, അദാനിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നതാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല. ഞാനതിനെ ആ നിലയ്ക്ക് കാണുന്നില്ല. പക്ഷേ എന്താ പ്രശ്നം, ഇത് ദേശാഭിമാനി മാത്രം അറിഞ്ഞു, കണ്ടില്ലേ ഇത് അതീവമായ ഒരു രഹസ്യം എന്ന് പറഞ്ഞ് ഈ ആരോപണത്തെ അതിജീവിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. പക്ഷെ അങ്ങനെയല്ല. ഒന്നാമത്തെ കാര്യം, വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട് സകല വാർത്തകളും തന്നെ, മിക്കവാറും എല്ലാ വാർത്തകളും ആദ്യം ബ്രേക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനം എക്കണോമിക് ടൈംസാണ്. എക്കണോമിക് ടൈംസിൽ തന്നെ പ്രശാന്താണെന്നാണ് തോന്നുന്നത് തുടർച്ചയായിട്ട് ഈ വാർത്തകൾ കൊണ്ടുവരുന്നത്. അതിനെ എന്താണ്, അത് ആദ്യം ജൂൺ 1-ാം തീയതി എക്കണോമിക് ടൈംസിൽ വന്നതിന് ശേഷം 3-ാം തീയതി മാതൃഭൂമി കൊടുത്തു. മിക്കവാറും അത് തന്നെ ആയിരിക്കാം സോഴ്സ് എന്നാണ് കരുതുന്നത് എക്കണോമിക് ടൈംസിലെ വാർത്ത. അത് കണ്ടപ്പോഴാണ് സ്വാഭാവികമായും ഇത് ദേശാഭിമാനിക്കാരൻ്റെ ബുദ്ധി എങ്ങനെയാണ് പോകുന്നത്, ഇതിൻ്റെ അവകാശം, ഇതെന്തോ വലിയ വികസനം അവിടെ നടക്കാൻ പോവുകയാണ്, അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞ LDF സർക്കാരിൻ്റെ നേട്ടമാണ് എന്ന നിലയ്ക്കാണ് അതിനെ അവരവതരിപ്പിച്ചത്. ഇത് അവർ മാത്രമാണോ? കേരളത്തിൽ സകല മാധ്യമങ്ങളും ആദ്യം എങ്ങനെയാണ് ഈ വാർത്ത കൈകാര്യം ചെയ്തത്? നമ്മളടക്കം ആണ്. വലിയ വിദേശ നിക്ഷേപം വരുന്നു, വിഴിഞ്ഞത്ത് വലിയ വികസനത്തിന്റെ സാധ്യതയിലേക്ക് കാര്യങ്ങൾ വന്നു, അങ്ങനെയാണ് എല്ലാവരും തിരിച്ചറിഞ്ഞത്. അങ്ങനെ തന്നെയാണ്, അതായത് എല്ലാ പത്രങ്ങളും എല്ലാ ചാനലുകളും അങ്ങനെയാണ് തിരിച്ചറിയുന്നത്. അല്ലാതെ ഈ പറയുന്ന വിവാദമായ തലങ്ങളിലേക്കൊക്കെ ഇത് കടക്കുന്നത് പ്രതിപക്ഷത്തിന്റെ ആരോപണം വരുമ്പോഴാണ്, ആ ഘട്ടത്തിലേക്ക് പോകുമ്പോഴാണ്. അതിനു മുമ്പ് എല്ലാവരും വിചാരിച്ചിരുന്നത് എന്താണ്, വലിയ വികസനം അവിടെ നടക്കുന്നു എന്നാണ്. അങ്ങനെ തന്നെയാണ് ദേശാഭിമാനിയും കരുതിയത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പങ്ക് ഞങ്ങൾക്കും എന്നതാണ് ദേശാഭിമാനി ആ വാർത്തയിൽ തിരികെ രാഷ്ട്രീയം. അതിനപ്പുറത്ത് വാർത്തയിൽ സംഭവിച്ചിട്ടുണ്ടോ? ഇന്നിപ്പോൾ വി ഡി സതീശൻ ഇത്രയും അഗ്രസീവായി ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് കാരണം എന്താണ്? അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം ഉയർന്നിട്ടുണ്ട്, പല മാധ്യമങ്ങളും അത് ആവർത്തിച്ച് കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിലുള്ള അദ്ദേഹത്തിൻ്റെ വിഷമവും അദ്ദേഹം തീർത്തതായിരിക്കാം, വേറൊന്നുമല്ല. അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നതിന് തൊട്ട് മുമ്പ് ചാർട്ടേഡ് വിമാനത്തിൽ അദ്ദേഹം മംഗലാപുരത്തേക്ക് പോയിട്ടുണ്ട്, അവിടെ അദാനിയുടെ ഉന്നത ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം വസ്തുതയാണ്. അദ്ദേഹം പറയുന്നുണ്ട് മറ്റെല്ലാ രാഷ്ട്രീയ നേതാക്കളും ഇവരെ പോയി കണ്ടിട്ടുണ്ട് എന്ന്. അദ്ദേഹം ഈ ആർജവത്തോടെ ഉത്തരം പറയുന്ന വി ഡി സതീശൻ പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹം വഴിക്കിയത് ഓർമ്മയുണ്ടോ? അതായത് ഈ മംഗലാപുരത്തേക്ക് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയത് എന്തിനാണ്, ആരാണ് അതിൻ്റെ കാശ് കൊടുത്തത്, എന്താണ് അതിൻ്റെ ഇടപാട് എന്ന് ചോദിക്കാൻ പറയുന്നത് അത് വ്യക്തിപരമായ കാര്യമാണ്, അതൊന്നും നിങ്ങളോട് പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് വളരെ പെട്ടെന്ന് അതിനെ വഴുക്കി രക്ഷപ്പെട്ടു പോയി. ആ ഒരു ചോദ്യം എന്നത് അദ്ദേഹത്തെ അലോസരപ്പെടുത്തുന്നുണ്ട്. ആ അലോസരപ്പെടുത്തുന്ന ചോദ്യത്തിനു കൂടിയുള്ള അതുകൊണ്ടാണ് അതിന് ഇത്രയും അഗ്രസീവായി അദ്ദേഹം മാധ്യമങ്ങളോട് മറുപടി പറഞ്ഞു പോയെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ ചോദ്യങ്ങൾ എവിടെ നിന്നൊക്കെയോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്.
ആ ചോദ്യങ്ങൾ അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല. ഒരു കേരളം പണ്ട്, അതായത് എ കെ ആൻ്റണി, നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, എ കെ ആൻ്റണി മുഖ്യമന്ത്രിയാവാൻ ഡൽഹിയിൽ നിന്നൊരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ വന്നത് എത്രയോ ദിവസം നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അന്നത് വലിയ വിവാദമായിരുന്നു. ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയോ പോവുക എന്നൊക്കെ പറയുന്നത് അസ്വാഭാവികമായ സംഗതിയാണ് ഇപ്പോഴും കേരളത്തിൽ. പിണറായി വിജയനാണ് മുഖ്യമന്ത്രിയാവുന്നതിന് തൊട്ട് മുമ്പ് മംഗലാപുരത്ത് പോയി അദാനിയുടെ ഒരു വലിയ പ്രതിനിധിയെ കണ്ടതെങ്കിൽ എങ്ങനെയായിരിക്കും കേരളം ചർച്ച ചെയ്യുക? ഈ ചോദ്യം വ്യക്തിപരമായ കാര്യമാണെന്ന് പറഞ്ഞ് ഒഴിവാകാൻ പിണറായി വിജയനെ വി ഡി സതീശൻ അനുവദിക്കുമായിരുന്നോ? ഇത്രയേ ഉള്ളൂ അതിനകത്തുള്ള കാര്യം. ഒരു കാരണവശാലും അനുവദിക്കില്ല. അങ്ങനെ വ്യക്തിപരമായി ഞാൻ മുഖ്യമന്ത്രിയാകാൻ തയ്യാറെടുക്കുന്നു, മുഖ്യമന്ത്രി റേസിൽ വി ഡി സതീശൻ ഇല്ല എന്ന് വി ഡി സതീശൻ ഇപ്പോൾ പറഞ്ഞാലും, അത് ഞാൻ അറിഞ്ഞില്ല ഞാൻ മുഖ്യമന്ത്രിയായെന്ന് വി ഡി സതീശൻ പറയുന്നത് ഒറ്റയടിക്ക് അങ്ങനെ വിശ്വസിച്ച് നമ്മൾ പോണോ? എന്തൊക്കെയാണ് രാഷ്ട്രീയ നാടകങ്ങൾ നടന്നതെന്ന് നമുക്കറിയാമല്ലോ. വി ഡി സതീശൻ ആ മുഖ്യമന്ത്രിയാവുന്നതിന് തൊട്ട് മുൻപ് അദ്ദേഹം മംഗലാപുരത്ത് പോയി ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയി അദാനിയുടെ പ്രതിനിധിയുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളത് നഗ്നമായ സത്യമാണ്. അപ്പോൾ അത് ചിലപ്പം ഇതെല്ലാം വലിയ ആസൂത്രിതമായി അവിടെ പോയി ശരി നമുക്ക് വിഴിഞ്ഞത്തെ ചില ഇടപാടുകൾ തീർക്കാൻ ഈ വഴിക്ക് ഇങ്ങനെയൊന്ന് ഒരു ചർച്ച നേരത്തെ കാലേ കൂട്ടി നടത്തിയേക്കാം എന്നൊക്കെ വിചാരിച്ച് പോയി എന്നൊന്നും ഞാൻ കരുതുന്നുമില്ല. അദ്ദേഹം അവിടെ പോയി ചിലപ്പോൾ യാദൃശ്ചികമായി കണ്ടതാവാം. പക്ഷേ ഈ പറയുന്ന സുതാര്യത എന്നത് നിരന്തരം അവകാശപ്പെടുന്ന വി ഡി സതീശൻ അത് കുറെ കൂടി ക്ലാരിറ്റിയോടെ മാധ്യമങ്ങളോട് വിശദീകരിക്കേണ്ടതായിരുന്നു. അതൊക്കെ എൻ്റെ വ്യക്തിപരമായ കാര്യമാണ്, അത് നിങ്ങളോടൊന്നും പറയേണ്ട ഒരു കാര്യം എനിക്കില്ല എന്ന് പറയുന്നതിൽ തൃപ്തരാണ് മാധ്യമ പ്രവർത്തകരും എന്നുള്ളതാണ് നമ്മൾ ഒന്നന്തം വിട്ട ഒരു സംഗതി. ഇനി മറ്റൊരു കാര്യം, അദ്ദേഹത്തിന് ഈ ആനുകൂല്യം വല്ലാതെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ബക്കാഡിയുടെ കാര്യത്തിലായാലും സ്വാഭാവികമായിട്ട് എന്താണ് ബ്രീസറിനുള്ള ഈ നികുതി ഗണ്യമായി കുത്തനെ കുറച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളെ അദ്ദേഹം ഈ അഭിമുഖീകരിച്ച എന്താണ്, എങ്ങനെയാണ് ഇടത് സർക്കാരിനെതിരെയുള്ള കുറേ ആരോപണങ്ങൾ വെച്ചിട്ട് എന്താണ് 251% വരെ നിർണ്ണയിച്ചു എന്നൊക്കെയുള്ള തൊടുന്യായങ്ങൾ പറഞ്ഞിട്ടാണ്. ഈ പറയുന്ന മാധ്യമങ്ങളെല്ലാം പിറ്റേത് മുതൽ തുടർച്ചയായി റിപ്പോർട്ട് ചെയ്തത് എന്താണ്, ഇത് ഇടത് സർക്കാരിൻ്റെ കാലത്ത് തന്നെ ഈ കാര്യത്തിൽ തീരുമാനമെടുത്തതാണ്. അന്നത്തെ ധനമന്ത്രിയും അന്നത്തെ എക്സൈസ് മന്ത്രിയും ഒക്കെ എം പി രാജേഷും കെ എൻ ബാലഗോപാലും ഒക്കെ കൂടിയാണ് ഈ തീരുമാനങ്ങളൊക്കെ എടുത്തത് എന്ന്. അതുമാത്രമല്ല എം വി ഗോവിന്ദൻ്റെ കാലത്ത് തന്നെ ഇതറിയാമായിരുന്നു, അദ്ദേഹം ഇത് പഠിക്കാനായിട്ട് ഇതിന് നിർവചനം തരാൻ എഴുതി കൊടുത്തു എന്നൊക്കെയുള്ളതായിരുന്നു പിന്നെ വന്ന വാർത്തകൾ. ഇതാണോ ചോദ്യം അതാണോ? അല്ലല്ലോ. ചോദ്യം എന്താണ്, എന്തിനാണ് നിങ്ങൾ ഈ 251 നിന്ന് നികുതി കുറച്ചത് എന്നുള്ളതാണല്ലോ ചോദ്യം. നികുതി കൂട്ടിയാൽ അവർക്ക് ഇവിടെ കച്ചവടം ചെയ്യാൻ പറ്റില്ല. എന്തിനാണ് നികുതി കുറച്ചത് എന്നതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് ഇപ്പോഴും വി ഡി സതീശൻ ഉത്തരം പറഞ്ഞിട്ടില്ല. വി ഡി സതീശൻ ഉത്തരം പറയാതിരിക്കാനുള്ള പഴുതി മാധ്യമ പ്രവർത്തകർ കൊടുക്കുന്നുമുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ അദ്ദേഹം വിചാരിക്കുന്നത് ഈ ആനുകൂല്യം നിരന്തരം പറ്റിക്കൊണ്ട് എന്നെ ആരും ചോദ്യം ചെയ്യാനില്ല, എനിക്ക് ഇത്തരത്തിൽ തൊടുന്യായങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകാവുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നതാണ്. അദ്ദേഹം നല്ല പെർഫോമറാണ്. അദ്ദേഹം വളരെ കൃത്യമായി ഈ എന്താണ് പലപ്പോഴും ഈ പ്രതിപക്ഷത്തെ ഇത്തരം അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിലൂടെ ഒതുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നയാളുമാണ്. അത് ഒരു നേതൃഗുണം തന്നെയാണ്. ആ കാര്യത്തിൽ നിന്നും ഇവിടെ ആർക്കും തർക്കമില്ല. പക്ഷേ ഈ 2 പോയിന്റിലും, അതായത് ഒന്ന് ഈ ബ്രീസറിൻ്റെ കാര്യത്തിലും ഇപ്പോൾ ഈ പറയുന്ന വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലും ഈ ഒരു പോയിന്റിൽ അദ്ദേഹത്തിന് ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ആ ഉത്തരത്തിൽ ആ ചോദ്യത്തിലേക്ക് മാധ്യമങ്ങൾ വീണ്ടും ഊന്നുന്നില്ല. ആ ചോദ്യങ്ങൾക്ക് വി ഡി സതീശൻ ഉത്തരം പറയുന്നുമില്ല. പിന്നെ വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ അദ്ദേഹം പകരം എന്താണ് മുന്നോട്ട് വയ്ക്കുന്ന സംഗതി, എന്താണ് ഈ കാര്യത്തിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി, CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ താല്പര്യം എന്നതാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ചോദ്യം. CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി എന്നുള്ളത് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ സ്ഥാനമാണ്. അദ്ദേഹത്തിന് തീർച്ചയായും നേരിട്ടറിവുള്ള ഒരു വിഷയത്തിൽ അദ്ദേഹത്തിന് കമൻറ്റ് ചെയ്യാം. എന്തിനാണ്, അദ്ദേഹം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്നു തൊട്ടു മുമ്പ്. അതായത് വി ഡി സതീശൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി നാളെ ഇത്തരത്തിലൊരു വിഷയം ഉന്നയിച്ചാൽ അതിനെ കൊട്ടും കോളും വെച്ചിട്ടൊരു മറുപടി പറഞ്ഞ് രക്ഷപ്പെട്ടു പോകാനായിട്ട് പിണറായി വിജയനും കഴിയില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ ആ നിലയ്ക്ക് ആർക്കും പറ്റില്ല. ഇതെന്താണ്, അദ്ദേഹം പറയുന്നത് കെ രാഗേഷ് അതിനെക്കുറിച്ച് മിണ്ടണ്ട എന്നാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പിന്നെ എന്താണ് ഇത് കണ്ണൂർ ജില്ലാ സെക്രട്ടറി അറിയേണ്ട കാര്യമല്ല, അല്ലെങ്കിൽ അയാൾ ഇടപെടേണ്ട കാര്യം എന്താണ്. എന്നിട്ട് ഭീഷണി കൂടിയാണ് അദ്ദേഹം, എന്നെക്കൊണ്ടൊന്നും പറയിക്കരുത്, ഞാൻ കൂടുതൽ വല്ലതും പറയും. ഇത്തരത്തിലുള്ള കുറേ ഭീഷണി പ്രയോഗങ്ങൾ അദ്ദേഹത്തിന് സ്റ്റോക്കായിട്ടുണ്ട്. അത് എപ്പോഴും പറയും, ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, ഞാനായതുകൊണ്ട് ഇതേ പറയുന്നുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ബാക്കി കൂടെ പറയണം. അതെല്ലാം അങ്ങനെയല്ലേ വേണ്ടത്, അങ്ങനെ വേണം. അല്ലാതെ പറയാൻ ബാക്കി വെക്കണ്ട. സുതാര്യതയാണ് അദ്ദേഹത്തിനും വേണ്ടത്, അദ്ദേഹം പറയാൻ ബാക്കി വെക്കരുത്. മുൻ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് ആ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലാണ്?
മുൻ മുഖ്യമന്ത്രി തന്നെ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. എന്താണ്? ഈ അദാനിയുമായി ബന്ധപ്പെട്ട് കർശനമായ നിലപാട് സ്വീകരിച്ചിരുന്ന ആളെ, ദിവ്യ എസ് അയ്യരെ, ആ സ്ഥാനത്ത് നിന്ന് വി ഡി സതീശൻ വന്ന ഉടനെ മാറ്റിയിരിക്കുന്നു. ഇതെന്തിനാണ് എന്നുള്ളതാണല്ലോ അതിനകത്തുള്ള ചോദ്യം. അപ്പോൾ ഇവിടെ ഒരു രാഷ്ട്രീയ ആരോപണം അല്ലെങ്കിൽ ഒരു പിന്നെ ആ ആരോപണം അവിടെ നേരത്തെ വി ഡി സതീശനെതിരെ ഉന്നയിച്ചിട്ടുണ്ട്. അതിനുള്ള മറുപടിയും ഈ മട്ടിൽ പിന്നെ അദ്ദേഹത്തിന് ഒഴിവാക്കി വിടാം. പക്ഷേ എന്തിനാണ് എ കെ രാഗേഷ് ഇതിൽ ചോദ്യം ചോദിക്കുന്നത് എന്നുള്ള ചോദ്യത്തിന് അതിനകത്ത് വലിയ പ്രസക്തി ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും മികച്ച പെർഫോമർ എന്നുള്ള നിലയ്ക്ക് ഇന്നും വി ഡി സതീശന് ഞാൻ എൻ്റെ കയ്യടി കൊടുക്കും. പക്ഷേ അദ്ദേഹം ഉത്തരം പറയേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. അദ്ദേഹം വ്യക്തിപരമായിട്ടാണെങ്കിലും ഈ പറയുന്ന ചാർട്ടേഡ് ഫ്ലൈറ്റിൽ കയറി മംഗലാപുരത്ത് പോയി അദാനിയുടെ പ്രതിനിധിയെ അടക്കം കണ്ട സാഹചര്യം കുറേ കൂടി ക്ലിയറായി കേരളീയ സമൂഹത്തിന് മുന്നിൽ വിശദീകരിക്കേണ്ടതുണ്ട്. തൽക്കാലം അദ്ദേഹം രക്ഷപ്പെട്ടു പോകും. പക്ഷേ നിരന്തരം അദ്ദേഹത്തെ ഈ ചോദ്യം ആവർത്തിച്ച് വേട്ടയാടിക്കൊണ്ടിരിക്കും. കേരളം ഭരിക്കുന്നത് അദാനിയാണോ എന്ന് ചോദിച്ചത് നമ്മളാരുമല്ല, പിണറായി വിജയൻ പോലുമല്ല, അത് AICCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാലാണ്. അത് ഭരിക്കുമ്പോൾ ആര് ഭരിക്കുമ്പോൾ? വി ഡി സതീശൻ ഭരിക്കുമ്പോൾ. ആ ചോദ്യം അദ്ദേഹമാണ് ഉന്നയിച്ചിട്ടുള്ളത്. രണ്ട്, ഈ ബ്രീസറിൻ്റെ കാര്യത്തിൽ 2.5 മണിക്കൂർ കൊണ്ട് ഈ തീരുമാനമെടുക്കാനിടയായ സാഹചര്യം, അതായത് ഈ ടാക്സ് കുറയ്ക്കാനിടയായ സാഹചര്യം എന്താണ്? കുറയ്ക്കാനിടയായത് അതാണ്. അതിനപ്പുറത്ത് ആര് തീരുമാനമെടുത്തു, എപ്പോൾ തീരുമാനമെടുത്തു എന്നുള്ളതല്ല, അല്ലെങ്കിൽ ആരിതിവിടെ കൊണ്ടുവന്നു എന്നുള്ളതല്ല. ഈ 2-3 പോയിന്റുകളിലൊന്നും ഉത്തരം നൽകിയിട്ടില്ല അദ്ദേഹം. നമ്മൾ കുറേ കൂടി ക്ലാരിറ്റിയുള്ള ഉത്തരങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചു. ശരി, അത് തന്നെയാണ്. അതിനകത്ത് എല്ലാം ഉണ്ട്. അതുകൊണ്ട് ഞാൻ അധികം ആവർത്തിക്കുന്നില്ല. ഇതിനകത്ത് ഹർഷൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ 2 കാര്യങ്ങൾ. ഈ KK രാഗേഷുമായി ബന്ധപ്പെട്ടത് അദ്ദേഹത്തിന് ദിവ്യ എസ് അയ്യരെ എന്തിന് സ്ഥാനത്ത് നിന്ന് മാറ്റി എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകി കഴിഞ്ഞു ആദ്യത്തെ വരിയിൽ. അതായത് ഞങ്ങൾ അവരെ മാത്രമല്ല പലരെയും മാറ്റിയിട്ടുണ്ട്. മതിയായ ഒരു ഉത്തരമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന്. പിന്നെ അതിന് പിന്നാലെ KK രാഗേഷ് എന്താണ് ഇൻട്രസ്റ്റ് എന്ന് ചോദിക്കുന്നിടത്ത് വി ഡി സതീശൻ്റെ, നമ്മൾ പണ്ട് സിനിമ ഭരതൻ ടച്ച് എന്ന് പറയില്ലേ, വി ഡി സതീശൻ ടച്ച് അവിടെ വരികയാണ്. ഈ വി ഡി സതീശൻ ടച്ച് എല്ലായിടത്തും ഇങ്ങനെ വരികയാണ്. അത് ഇന്നത്തെ ഈ സംഭവത്തിലുണ്ട്. ഇപ്പോൾ വി ഡി സതീശന് ഹർഷനും സനീഷും എന്താണ് ഇതിൽ താല്പര്യം വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ എന്ന് ചോദിക്കാമല്ലോ. ഇതിപ്പോൾ KK രാഗേഷ് മാത്രമല്ലോ, CPM-ൻ്റെ മുഴുവനായിട്ടുള്ള നേതാക്കളും ഫേസ്ബുക്കിൽ ഇടപെടുന്ന ആളുകളെല്ലാം ഫേസ്ബുക്കിൽ എഴുതി ഈ പറയുന്ന വിഴിഞ്ഞം ഇഷ്യൂ വന്നപ്പോൾ. അത് രാഷ്ട്രീയ പ്രശ്നം അങ്ങനെയല്ലേ? രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം വന്നു കഴിഞ്ഞാൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ അവരവർക്ക് പറയാനുള്ളിടത്തെല്ലാം പറയില്ലേ? അപ്പോൾ അവിടെ വി ഡി സതീശൻ ടച്ച് കാണിക്കണം അദ്ദേഹത്തിന്. അത് അദ്ദേഹം കാണിച്ചു. ആ ടച്ച് മറ്റൊന്ന് ഹർഷൻ പറഞ്ഞു വിശദമായിട്ട്. ഞാനതൊന്നുകൂടെ, ഈ വി ഡി സതീശൻ ടച്ച് ഈ പറയുന്ന അർദ്ധസത്യങ്ങൾ പറയുക എന്നുള്ളത് കൂടെയാണ്. അതായത് 5-ാം തീയതി ദേശാഭിമാനിയിൽ വന്നു. ഹർഷനെ വിശദമായിട്ട് പറഞ്ഞു. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ ഒരു പോയിന്റ് കൂടി ആയതുകൊണ്ട് പറയുകയാണ്. 5-ാം തീയതിയിൽ വന്നു, അതുകൊണ്ട് ഇതാകെ കുഴപ്പമാണ് എന്ന് പറയുക. ഇപ്പോൾ 3-ാം തീയതി 1-ാം തീയതി മറ്റു പത്രങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം പറയുമ്പോഴേക്ക് അരമണിക്കൂറോ 3/4 മണിക്കൂറോ മാത്രം ആയുസ്സുള്ള ഒരു കാര്യം അദ്ദേഹം പറയുകയാണ്. എക്കണോമിക് ടൈംസിന് എങ്ങനെ കിട്ടി, മാതൃഭൂമിക്ക് എങ്ങനെയാണ് വാർത്ത കിട്ടി, ഇത് അങ്ങ് വീഴുകയാണ്. പക്ഷേ എന്നാലും അദ്ദേഹത്തിൻ്റെ ആ വി ഡി സതീശൻ ടച്ച്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ത്വര, അതായത് അദ്ദേഹത്തിൻ്റെത് മാത്രമായുള്ള ചില കാര്യങ്ങൾ പറയുന്നത്. ഞാനിപ്പോൾ വി ഡി സതീശനെ പറ്റി ഹർഷനും പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മൾ ഒരു മുഖ്യമന്ത്രി, ഒരു കന്നി മുഖ്യമന്ത്രി അദ്ദേഹം വന്നിരിക്കുകയാണ്. ചെറുപ്പക്കാരനായിട്ടുള്ള, താരതമ്യേന ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി വന്നിരിക്കുകയാണ്. അദ്ദേഹം ഈ പറയുന്ന 10 വർഷത്തെ ഭരണത്തിന് ശേഷമാണ് മാറി വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് സമയമൊക്കെ കൊടുക്കണം. അദ്ദേഹത്തെ വല്ലാതെ വിമർശിക്കാനൊന്നും പാടില്ല മാധ്യമങ്ങളെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അദ്ദേഹം അതിന് അവസരം നൽകുന്നില്ല. എന്തിനാണ് ഞാൻ ചോദിക്കുന്നത്? ഈ കാര്യം പറയാതെ തന്നെയും പറയാമല്ലോ അദ്ദേഹത്തിന്. ഞങ്ങൾക്ക് ഇതിനകത്ത് തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നുമില്ല, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു, അവർ കൂടെ അറിഞ്ഞിരുന്നു ഈ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു പോകുന്നതിന് പകരം ഒരു അസത്യം അല്ലെങ്കിൽ അർദ്ധസത്യം അതവിടെ എടുത്തു വെക്കുകയാണ്. അതെന്തിനാണ്? ഇപ്പോൾ മറ്റു പത്രങ്ങളെ പറ്റി അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടാണോ? അപ്പോൾ അതവിടെ വെക്കുക. അതൊന്ന്. രണ്ടാമത്തെ കാര്യമാണെങ്കിലോ, ഈ പറയുന്ന വാർത്ത കൊടുത്തതും പിന്നെ ഇന്നലത്തെ സംഭവത്തിൽ, ഇന്നലെ ഞങ്ങൾ ചർച്ച ചെയ്ത് പറഞ്ഞാണ്, ഇന്നലെ ഈ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ അദ്ദേഹം ഈ പറയുന്ന മണ്ണ് മാറ്റാൻ നീക്കം ചെയ്യാൻ ഞങ്ങൾ ഉത്തരവിട്ടിരുന്നു. ശരിയാണ്, ഉത്തരവിട്ടിരുന്നു. പക്ഷേ അത് 20-ാം തീയതിയാണ് ഉത്തരവിട്ടെങ്കിൽ 25-ാം തീയതി അവിടെ പോയ സർക്കാരിൻ്റെ ഒരു സന്ദർശക സംഘം പിന്നെ ഇവിടെ നിന്ന് മണ്ണ് ഇപ്പം നീക്കം ചെയ്താൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് കൂടെയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇത്ര വലിയൊരു അപകടം ഉണ്ടായിരിക്കില്ലേ? അപ്പോൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്ന് പൂർണ്ണമായ ഗൗരവത്തോടെ പറയേണ്ടുന്ന ഒരാൾ കൃത്യമായിട്ടല്ലേ കാര്യങ്ങൾ പറയേണ്ടത്? കൃത്യമായിട്ട് അദ്ദേഹം പറയില്ല. വി ഡി സതീശൻ ടച്ച് വെച്ചിട്ട് മാത്രമേ പറയൂ. ആ ടച്ചാണെങ്കിൽ അങ്ങേയറ്റം അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. കാരണം മാധ്യമപ്രവർത്തകരുടേത് അല്ലെങ്കിൽ സാധാരണ മനുഷ്യരുടെ എന്താണ്, സത്യത്തിലേക്ക് ചെന്ന് വീഴണം കാര്യങ്ങൾ. സത്യം എന്തിനാണ് അസത്യം എന്നത്? ഇപ്പോൾ നമ്മൾ മുൻകാലങ്ങളിൽ ഈ കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെയും ഗൗരവപ്പെട്ട ആളുകളെല്ലാം പറയുന്നൊരു കാര്യമല്ലേ ഈ പറയുന്ന എന്താണ്, ഈ സത്യാനന്തര കാലം. കൂടുതലായിട്ടും ഇടതുപക്ഷക്കാരാണ് പറയുന്നതെങ്കിലും ഈ ദേശീയ തലത്തിൽ BJP സർക്കാർ വന്നപ്പോൾ അവർ അസത്യം കൊണ്ടുള്ള രാഷ്ട്രീയമാണ് കളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ കോൺഗ്രസിൻ്റെ തന്നെ ബുദ്ധിജീവികളും സാധാരണ രാഷ്ട്രീയക്കാരും എല്ലാം പറയുന്നതാണ് BJP കള്ളം പറയുന്നു, BJP കള്ളത്തിന് മുകളിലാണ് രാഷ്ട്രീയം കെട്ടിപ്പറയുന്നത്. ഈ സത്യാനന്തര കാലം എന്ന് പറയുന്ന ഈ തിയററ്റിക്കലായുള്ള സംഗതിയെ പ്രയോഗത്തിൽ വരുത്തുകയാണ് BJP.
അത് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിനകത്ത് രാഷ്ട്രീയ ജയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു ആളുകൾ. ഇതിപ്പോൾ രാഷ്ട്രീയ ജയം ഉണ്ടാക്കേണ്ട കാര്യം ഇല്ലാത്ത സ്ഥലത്തും ശരിയല്ലാത്ത കാര്യങ്ങൾ പറയുക, ഉടനടി പൊളിഞ്ഞു പോകുന്ന കാര്യങ്ങൾ പറയുക, അതാണ് വി ഡി സതീശൻ ടച്ച്. ആ അസത്യത്തിൻ്റെ സ്പർശം, അർദ്ധസത്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നതാണ് ഈ പറയുന്ന വി ഡി സതീശൻ ടച്ച്. എന്തിനാണത്? ഒന്ന് ഞാൻ ഇന്നലെയും ചോദിച്ചു. അതായത് 5 വർഷത്തിന് ശേഷമേ നിയമസഭാ തെരഞ്ഞെടുപ്പുള്ളൂ, 3 വർഷം കഴിഞ്ഞാലെങ്കിലുമേ മിനിമം ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനുള്ളൂ. പിന്നെ അദ്ദേഹത്തിന് 102 അംഗങ്ങളുടെ വലിയ പിന്തുണയുണ്ട്. വി ഡി സതീശന് പാർട്ടിക്കകത്തും പുറത്തും ഇപ്പോൾ വലിയ വെല്ലുവിളികളില്ല. സത്യം മാത്രം പറഞ്ഞാൽ തന്നെയും ഇത്തരം കാര്യങ്ങളോട് വളരെ മാന്യമായിട്ട് പെരുമാറിയാൽ തന്നെയും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനമായിട്ട് പോകാം. എന്നിട്ടും അദ്ദേഹം പിന്നെ ദിവ്യ സയ്യരെ മറ്റു പലരെയും മാറ്റിയതുപോലെ ഞങ്ങൾ സർക്കാർ വന്നപ്പോൾ മാറ്റിയതാണെന്ന് പറഞ്ഞ് നിർത്താവുന്നിടത്ത് നിന്ന് കെ രാഗേഷ് ആരാ ചോദിക്കാൻ എന്താണ് ഇൻട്രസ്റ്റ് എന്ന് ചോദിക്കുകയാണ്. പിണറായി വിജയൻ എന്തിനാണ് IT വകുപ്പെടുത്ത് കൈവശം വെച്ചിരിക്കുന്നത്? പിണറായിക്ക് മുമ്പ് VS അച്യുതാനന്ദൻ IT വകുപ്പായിരുന്നില്ലേ കൈവശം വെച്ചിരുന്ന മുഖ്യമന്ത്രി ആയിരുന്നില്ലേ? അദ്ദേഹത്തിന് മുമ്പ് നായനാറുടെ കാലത്ത് IT വകുപ്പ് വന്നപ്പോഴും അദ്ദേഹമായിരുന്നു മുഖ്യമന്ത്രിയായിരുന്നു കൈവശം വെച്ചതെന്ന് പറയുന്നു. ഇതിപ്പോൾ VS അച്യുതാനന്ദൻ IT വകുപ്പ് കൈവശം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തന്നെ വെച്ച IT ഉപദേഷ്ടാവായിരിക്കുന്ന ജോസഫ് സി മാത്യു ഇപ്പോൾ വി ഡി സതീശനൊപ്പമാണ്. അദ്ദേഹത്തോട് ചോദിച്ചാൽ പോരെ? അപ്പോൾ ദുരുപദിഷ്ടമായിട്ടുള്ള അസത്യങ്ങളും അർദ്ധസത്യങ്ങളും ചുമ്മാ എടുത്ത് വെക്കുക. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് ഓക്കെ, അത് ഇപ്പോൾ നമുക്കറിയാമല്ലോ, അദ്ദേഹത്തിനെതിരെ ഒരു ആക്ഷേപ പദമൊക്കെ ഉണ്ടാക്കിയിട്ട് CPMകാർ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരണമായിരുന്നു. നമ്മൾ ഒരിക്കൽ പോലും ആ വാക്ക് ഈ ചാനലിനകത്ത് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് അതിനെ തള്ളിപ്പറയാനുള്ള ചർച്ചകളിലല്ല വാർത്തകളിൽ വല്ലപ്പോഴും ഉപയോഗിക്കേണ്ടി വന്നു എന്നല്ലാതെ ഒരിക്കലും അത് നമ്മൾ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ നേതാവിന് മുന്നിൽ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പോടിയായിട്ട് അദ്ദേഹം കള്ളം പറയുന്ന ആളാണ് എന്നത് നമ്മളായിട്ട് ഒരു രാഷ്ട്രീയ ആക്ഷേപമായിട്ട് വെക്കരുത് എന്ന് നമ്മൾ തീരുമാനിക്കുകയും ചെയ്തിരുന്നു, അല്ലേ? പക്ഷേ അത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി ആയാൽ എന്താണ്? മുഖ്യമന്ത്രി ആയാൽ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ നേതാവിനെ പോലെ അല്ല മുഖ്യമന്ത്രി ഭരണത്തലപ്പത്തുള്ള ആൾ. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നമ്മുടെ കുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഇതെല്ലാം കണ്ടിട്ടാണ് വളരുന്നത്. ഈ ആളുകളെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ട് ദിവസവും വി ഡി സതീശൻ എന്ന പേര് കേൾക്കാത്ത ദിവസം ഇനി അങ്ങോട്ടുള്ള 5 വർഷം ഉണ്ടാവില്ല. ഈ കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ എന്ന പേര് കേട്ടതുപോലെ മുഖ്യമന്ത്രി എന്ന പദവിയിൽ നിന്ന് അദ്ദേഹം സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കാത്ത ഒരു ദിവസവും ഇനി ഉണ്ടാവില്ല. ഞാൻ പറയേണ്ടത് എനിക്ക് വല്ലാത്ത തോതിലുള്ള രാഷ്ട്രീയ ആവശ്യം വരുമ്പോഴല്ലാതെ ഞാൻ ഈ അർദ്ധസത്യങ്ങളും ശരിയല്ലാത്ത കാര്യങ്ങളും ഇങ്ങനെ വി ഡി സതീശൻ ടച്ച് എന്ന് മറ്റുള്ളവർ പരിഹസിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടതില്ല എന്ന് അദ്ദേഹം വെക്കണ്ടേ? അദ്ദേഹത്തിന് ആരെയാണ് ഇപ്പോൾ ഭയപ്പെടാനുള്ളത്? പക്ഷേ എന്നാലും എല്ലാ വാർത്താ സമ്മേളനത്തിലും അസ്വസ്ഥജനകമാകുന്ന വിധത്തിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടെ, അതായത് ഇതിപ്പോൾ നമ്മളിത് ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾ പിന്നെ പ്രതിപക്ഷത്തിൻ്റെ കൂടെ നിന്നിട്ടല്ലേ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയിലെ ആളുകൾ പറയും, അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്താണ്, ആ പാർട്ടി കോൺഗ്രസ് പാർട്ടി എന്താ? അതായത് എന്താണ് മഹാത്മാഗാന്ധിയുടെ പിന്നെ അദ്ദേഹത്തെയൊന്നും കോൺഗ്രസ്സുകാർ ഇപ്പോൾ ഈ കാലത്ത് കോട്ട് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയും വിമർശിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ മഹാത്മാഗാന്ധി അസത്യം പറയരുത് എന്നല്ലേ? അല്ലേ, അസത്യം പറയരുത്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തിലെ ചില കഥകളൊക്കെ നമ്മൾ ഈ എൻ്റെ സത്യാന്വേഷണ പരീക്ഷകളിലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമുണ്ടല്ലോ. അതായത് വളരെ ചെറിയ കള്ളം ചെയ്തു പോയത് കൊണ്ടുള്ള വലിയ മനസ്താപത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നില്ലേ? അപ്പം അങ്ങനെയല്ലേ? അപ്പോൾ എന്തിനാണ് കള്ളം, അസത്യം, പിന്നെ വസ്തുതാപരമായിട്ട് അവിടെ വെക്കേണ്ടതില്ലാത്ത കാര്യം, പിന്നെ ദുരുപദിഷ്ടമായിട്ടുള്ള വർത്തമാനം പറയലുകൾ അതെന്തിനാണ് പറയുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കേണ്ടതല്ലേ? ഇതിപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് രാഷ്ട്രീയമായിട്ട് അങ്ങനെ കാണാം. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളിൽ അദ്ദേഹം ഇങ്ങനെ ഈ കാര്യം പറയുന്നത് ശരിയല്ല. അത് അദ്ദേഹം വീണ്ടും അദ്ദേഹം ഇത് ചെയ്യുകയാണ്. ഇപ്പം മംഗലാപുരം യാത്രയെക്കുറിച്ച് നമ്മളിതുവരെ പറഞ്ഞതുപോലെ അത് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായുള്ള യാത്ര എന്ന് അദ്ദേഹം വിശദീകരിച്ചു. അതല്ലാത്ത കാര്യങ്ങളിലേക്ക് രാഷ്ട്രീയവും ഭരണ സംവിധാനങ്ങളും കടക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹം അതേക്കുറിച്ച് മൗനം പാലിക്കും തോറും അതേക്കുറിച്ചുള്ള അദ്ദേഹം കൂടുതൽ ഇരുട്ടത്ത് നിർത്തും തോറും അതിലേക്ക് വെളിച്ചെത്തിക്കാനുള്ള ത്വര സ്വാഭാവികമായിട്ട് ആളുകൾക്ക് കൂടും. പിന്നെ ഹർഷൻ പറഞ്ഞ ഒരു കാര്യത്തോടെ എനിക്ക് വിയോജിപ്പുണ്ട്. ഹർഷൻ പറയുന്നത് പിന്നെ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിന് ഒരു അനുതാപം കൊടുക്കുന്നു എന്നാണ്. ഞാൻ അങ്ങനെയല്ല വിശ്വസിക്കുന്നത്. ഞാൻ എപ്പോഴും ഈ ചർച്ചയിൽ ഇവിടെ വന്ന് പറയുമ്പോൾ വി ഡി സതീശൻ്റെ അതിസാമർഥ്യം പ്രകടനം എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ പല ആളുകളും വിചാരിക്കുന്നത് വി ഡി സതീശനെ അനുകൂലിക്കുകയാണ്, അല്ല അഭിനന്ദിക്കുകയാണ് അതിസാമർഥ്യം എന്ന് പറഞ്ഞാൽ. അതിസാമർഥ്യം ഒരു പോസിറ്റീവായിട്ടുള്ള വാക്കല്ല. അദ്ദേഹം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചേർത്താണ് അതിസാമർഥ്യം. എന്തിനാണ് അങ്ങനെ പറയുന്നത്? വസ്തുതാപരമായിട്ട് പറഞ്ഞാൽ പോരെ. അതിസാമർഥ്യ പ്രകടനം വരുന്നതെന്ന് വെച്ചാൽ മാധ്യമപ്രവർത്തകർക്ക് ചോദ്യം ചോദിക്കാൻ പറ്റാത്ത വിധമുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിച്ച് കളയും. ഞാനതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു, വർഷം ചെയ്യുന്ന പോലെ തന്നെ. അതായത് അദ്ദേഹത്തിന് അതിന് നല്ല ശേഷിയുണ്ട്. അദ്ദേഹത്തിന് അപാരമായിട്ടുള്ള വായനയും അദ്ദേഹത്തിൻ്റെ വളരെ ചെറിയ പ്രായം തൊട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തന പരിചയവും അദ്ദേഹത്തെ അതിന് പ്രാപ്തനാക്കിയിട്ടുണ്ട്. നിങ്ങളെ നിസ്തേജരാക്കി കളയുക, കണ്ണിൽ മഞ്ഞയടിച്ചിട്ട് മറ്റേ പണ്ട് മുയൽവേട്ടക്കാർ മുയലിൻ്റെ കണ്ണിൽ ടോർച്ചടിക്കും, അപ്പോൾ കണ്ണ് മഞ്ഞളിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് വെടിവെച്ച് കൊള്ളുക എന്ന് പറഞ്ഞിട്ട് അതുപോലെ കണ്ണ് മഞ്ഞളിപ്പിച്ച് കളയും. അല്ലെങ്കിൽ ശബ്ദം അദ്ദേഹത്തിൻ്റെ വളരെ നാടകീയമായുള്ള പെർഫോമൻസ് കൊണ്ടും പൂർണ്ണ സത്യം എന്ന നിലക്കുള്ള ഈ കാര്യങ്ങളുടെ അടുത്ത് മുന്നോട്ട് വെക്കൽ കൊണ്ടും ആളുകളെ
അമ്പരപ്പിച്ച് കളയും. ആർക്കാണ് നോക്കാൻ പറ്റുക? ജൂൺ 5-ാം തീയതി ദേശാഭിമാനിയിൽ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു പത്രക്കാരൻ 100 പണികളുള്ള ഒരാൾ പെട്ടെന്ന് അദ്ദേഹത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ ഒരു എല്ലാ ദിവസവും വാർത്താ സമ്മേളനത്തിന് അത് കഴിഞ്ഞ് അടുത്ത പരിപാടിക്കും അതിനു മുമ്പ് വേറെയും 1-2 റിപ്പോർട്ടിന് പോകേണ്ട നമ്മുടെ ചാനലുകളുടെ റിപ്പോർട്ടർമാർ അടക്കമുള്ള ആളുകൾ 5-ാം തീയതിക്ക് മുമ്പ് 3-ാം തീയതി മാതൃഭൂമിയിലും 1-ാം തീയതി എക്കണോമിക് ടൈംസിലും വന്നിട്ടുണ്ടെന്ന് പരിശോധിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഇത് അദ്ദേഹത്തിൻ്റെ പാർട്ടി അല്ലെങ്കിൽ നേരത്തെ ഈ ടെലിവിഷൻ ചാനലിലെ ചർച്ചകൾ വന്നപ്പോൾ ഇടക്കാലത്ത് BJP കൂടെ അന്തരീക്ഷത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായൊരു ടെലിവിഷൻ ചാനൽ ചർച്ചകളിലുണ്ടെന്നിരുന്നത്. അതായത് വന്നിട്ട് പൂർണ്ണ സത്യം എന്ന പോലെ ചർച്ചയിലെ ഒരു കാര്യം എന്ന് പറയും. അപ്പോൾ അവതാരകൻ അന്തം വിട്ടു പോകും. ഇത് ക്രോസ് ചോദ്യം ചോദിക്കാൻ പറ്റില്ല. കാരണം അവതാരകൻ ഈ വന്നിരിക്കുന്ന രാഷ്ട്രീയ നേതാവിനെ വിശ്വസിക്കുകയാണ്. പിറ്റേന്ന് നോക്കുമ്പോഴാണ് ഈ ഇദ്ദേഹം പറഞ്ഞ കള്ളമാണല്ലോ എന്ന് തോന്നുന്നു. അപ്പോൾ പിറ്റേന്നത്തേക്ക് വിഷയം മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നേരെ പൂർണ്ണ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ഒരു മുഖ്യമന്ത്രി വന്നിരുന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ പത്രക്കാർക്ക് എന്ത് ചോദിക്കാൻ പറ്റും? ഞാൻ ആ കാര്യത്തിൽ ഹർഷനോട് വിയോജിക്കുകയാണ്. ആ കാര്യത്തിൽ റിപ്പോർട്ടർമാരെ കുറ്റപ്പെടുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അവർ അന്തം വിട്ടു പോവാണ്. നാളെ ചെന്ന് ചോദിക്കുമ്പോഴേക്ക് അടുത്ത വിഷയം മുഖ്യമന്ത്രിയുടെ മുന്നിൽ വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ ചോദ്യം ഒന്നുകൂടെ ചോദിക്കാൻ നിന്നാൽ സമയം കഴിഞ്ഞു. ഞാൻ മറ്റു കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹം ദീർഘമായിട്ട് സംസാരിച്ച് അദ്ദേഹം വന്നിരിക്കുന്ന ഇംഗ്ലീഷ് പത്രക്കാർക്ക് ഇംഗ്ലീഷ് ചോദ്യത്തിന് ഇംഗ്ലീഷ് മറുപടിയും കൂടെ കൊടുത്ത് അദ്ദേഹം പോവും. ഇതാണ് നടക്കുന്നത്. പക്ഷേ അദ്ദേഹത്തെ ആരാധനയോടെ നോക്കിക്കാണുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട് കേരളത്തിൽ എന്ന് അദ്ദേഹം മനസ്സിലാക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തെ ആരാധനയോടെ അവർ 10 വർഷക്കാലം പിണറായി വിജയൻ സർക്കാർ, ഇടതുപക്ഷ സർക്കാരുകൾ ഭരിച്ച സംസ്ഥാനത്ത് അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മെനക്കെട്ട, അദ്ദേഹത്തിൻ്റെ പാർട്ടിയോട് നേരത്തെ വലിയ അഭിമുഖ്യമൊന്നും കാണിച്ചില്ലാത്ത ഒരുപാട് ഈ പൗര സമൂഹ ഗ്രൂപ്പുകളടക്കമുള്ള ആളുകൾ, വ്യക്തികളടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ ഒരു വലിയ ആരാധനാപാത്രമായിട്ടാണ് കാണുന്നത്. പിന്നെ ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു മുഖ്യമന്ത്രി എന്ന നിലക്ക് കുട്ടികൾ അദ്ദേഹത്തെ വളരെ ആരാധനാപാത്രമായിട്ടാണ് കാണുന്നത്. അദ്ദേഹം അസത്യം പറയരുത്, അർദ്ധസത്യത്തെ അനാവശ്യമായിട്ടെടുത്ത് ഉപയോഗിക്കരുത്. അർദ്ധസത്യത്തിൽ പകുതിയെങ്കിലും സത്യമുണ്ടല്ലോ, അപ്പോൾ അത് ചിലപ്പോൾ പറയാനൊക്കെ പറ്റുമായിരിക്കും, പറയേണ്ടതായിരിക്കും. പക്ഷേ അത് അനാവശ്യമായിട്ടെടുത്ത് ഉപയോഗിക്കരുത്. പിന്നെ ബിലോ ദ ബെൽറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് രാഷ്ട്രീയം പോകേണ്ടുന്ന നില ഇപ്പോൾ കേരളത്തിലില്ലല്ലോ. അപ്പോൾ ആ നിലക്കുള്ളൊരു അതങ്ങനെ പോയാലുള്ള പ്രശ്നം എന്താണെന്നറിയോ? ഇതൊക്കെ തിരിച്ച് നേരിടേണ്ടി വരും. അതാണ് എൻ്റെ പ്രശ്നം. അല്ല അപ്പോൾ ഈ രാഷ്ട്രീയ ഗരിമയുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൽ സംസ്ഥാനത്ത് നിലനിർത്താനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭാവി കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റാൻ ഉതകുന്ന അതിപ്രധാനമായ തുറമുഖ പദ്ധതിയാണ് വിഴിഞ്ഞത്തേത്. 2024 ജൂലൈയിൽ ആദ്യ ചരക്ക് കപ്പൽ ബർത്ത് ചെയ്ത വിഴിഞ്ഞത്ത് 2 വർഷം തികയുന്നതിന് മുമ്പ് 1000 കപ്പലുകൾ നങ്കൂരം വിട്ട് കഴിഞ്ഞു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 20 ലക്ഷത്തിലധികം TEU കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത് അമ്പരപ്പിക്കുന്ന കുതിപ്പാണ് വിഴിഞ്ഞം തുറമുഖം ഇതുവരെ കാഴ്ചവെച്ചത്. ഓഹരികൾ അദാനി ഗ്രൂപ്പ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാൻ ധാരണയുണ്ടാക്കിയതാണ് ഇപ്പോഴത്തെ വിവാദങ്ങളുടെ എല്ലാം അടിസ്ഥാനം. ഏകദേശം 13,270 കോടി രൂപയ്ക്കാണ് MSC അദാനി ഗ്രൂപ്പിൻ്റെ ഓഹരികൾ വാങ്ങുന്നത്. തുറമുഖ മേഖലയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ വിദേശ നിക്ഷേപമാണിതെന്ന് വിശേഷിപ്പിക്കാമെങ്കിലും വിഷയത്തിൽ നിരവധി ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ അദാനി ഗ്രൂപ്പ് പാലിച്ചില്ല എന്ന വിമർശനവും ശക്തമാണ്. എന്നാൽ വിഷയത്തിൽ ഇതുവരെ വ്യക്തത വരുത്താൻ മുഖ്യമന്ത്രി VD സതീശന് സാധിച്ചിട്ടില്ല. ചോദ്യങ്ങൾക്ക് വ്യക്തിപരമായ വിമർശനങ്ങളിലേക്ക് കടക്കുന്ന മുഖ്യമന്ത്രിയുടെ രീതിയും തിരുത്തപ്പെടേണ്ടതാണ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. കൂടാതെ വിവാദമായ മംഗലാപുരം യാത്രയിലും വ്യക്തത വരുത്താൻ VD സതീശൻ ഇനിയെങ്കിലും തയ്യാറാകേണ്ടതുണ്ട്. ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരം വരെ പോയി അദാനി കമ്പനിയുടെ പ്രതിനിധിയെ കാണാൻ പോയത് എന്തിനാണെന്ന് പ്രതിപക്ഷം ആവർത്തിച്ച് ചോദിക്കുന്നുമുണ്ട്.